ഷവോമിയുടെ ഷവോമി മിക്സ് ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഫോൾഡബിൾ ഫോൺ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി മിക്സ് ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അധികം കാര്യങ്ങൾ ഈ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ 1.5K റെസൊല്യൂഷൻ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ നമുക്ക് ഒരു 6.7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൾഡബിൾ ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ OLED പാനലായിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ ഒരു 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് ഒരു 4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ടീസറിലൊക്കെ വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ചിലപ്പം കൂടിയ റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക്, പർപ്പിൾ അതുപോലെ തന്നെ വൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ വരുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പെർഫോമൻസ് ഒക്കെ ഇതിൽ വന്നേക്കാം. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരും. അതായത് ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് OmniVision OV50E സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ 60 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഇത് OmniVision OV60A സെൻസർ ആയിരിക്കും. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നോളണം എന്നില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ട് ടെലിഫോട്ടോ ലെൻസ് ഇതിൽ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 4780 mAh ബാറ്ററി ഇതിൽ വന്നേക്കാം. അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോൾഡബിൾ ഫോൺസിൽ പൊതുവേ 4000 അതുപോലെ തന്നെ 4500 ഇടയിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റിയാണ് വരാറ്. അപ്പം സാംസങ്ങിന്റെ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോൾഡബിൾ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4780 mAh ബാറ്ററി എന്നുള്ളത് വളരെ മികച്ച ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 19 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 80,000 90,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമിയുടെ മിക്സ് ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.